അപ്പം എനിക്കെതിരായി ഒരുപാട് ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സ്വാഭാവികമായും പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും കാരണവശാൽ അല്ലെങ്കിൽ ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആരെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാൽ അത്തരക്കാരെ അധിക്ഷേപിക്കാൻ വേണ്ടി പാർട്ടിയുടെ നിഘണ്ടുവിൽ കുറേ പദങ്ങളുണ്ട്. അത് പാർലമെന്ററി വ്യാമോഹി, പിന്നെ എന്താ പറയുക, വർഗവഞ്ചകൻ, പിന്നെ പരനാറി, കുലംകുത്തികൾ, ഇങ്ങനെ കുറേ പദങ്ങളുണ്ട്. ഈ പദങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും വിട്ടുപോയാൽ പ്രയോഗിക്കാൻ വേണ്ടി പാർട്ടി നിഘണ്ടുവിൽ കരുതി വെച്ച പദങ്ങളാണ്. ആ പദങ്ങളെല്ലാം ശശിക്കെതിരായിട്ടും ഉപയോഗിച്ചിട്ടുണ്ടാകും, എനിക്കെതിരായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറയുന്നതല്ല ശരി, ഞങ്ങൾ പറയുന്നതാണ് ശരി. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം കണ്ടത്. തളിപ്പറമ്പ് മാത്രമല്ല കേട്ടോ, ഒരു തളിപ്പറമ്പിന്റെ മാത്രം കാര്യമല്ല, കേരളത്തിലുടനീളം CPM തെറ്റാണ്, CPM ശരിയല്ല എന്ന നിലപാട് സ്വീകരിച്ചത് CPM-ലെ സഖാക്കളാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നു എന്ന് ഇപ്പോഴും CPM നേതൃത്വം ആലോചിക്കുന്നില്ല. നിങ്ങളൊരു തെറ്റ് തിരുത്തും എന്നൊക്കെ പറയുന്ന പാർട്ടിയാണ്. കുറെ തെറ്റ് തിരുത്തൽ ക്യാമ്പയിനുകൾ നടത്തിയിട്ടുണ്ട്. ഈ പാലക്കാട്ടാണ് സംസ്ഥാനത്ത് പ്ലീനം നടന്നത്. ഞാൻ ആ പ്ലീനത്തിൽ പങ്കെടുത്ത ആളാണ്. ഈ പാലക്കാട്ടാണ് പ്ലീനം നടന്നത്. സാൽക്കയിൽ വെച്ച് നടന്ന പ്ലീനം പാർട്ടിയിലെ തെറ്റ് തിരുത്തൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലീനായിരുന്നു. സാൽക്കയിലെ ചരിത്ര പ്രധാനമായ പ്ലീനം. ആ പ്ലീനത്തിന് ശേഷമാണ് പിന്നീട് സംസ്ഥാന പ്ലീനം ചേർന്നു. അങ്ങനെയാണ് പാലക്കാട് പ്ലീനം ചേർന്നത്. പല തെറ്റുകളും പാലക്കാട് പ്ലീനത്തിൽ പാർട്ടി കണ്ടെത്തി. പക്ഷേ ഒരു തെറ്റും അതിന്റെ ഭാഗമായിട്ട് ഈ പാർട്ടിയിൽ തിരുത്തിയ അനുഭവം എൻ്റെ അനുഭവത്തിലില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. 10-25 വർഷക്കാലം ഒരു ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ് ഞാൻ. പിന്നീട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടും പ്രവർത്തിച്ചു. ഈ സന്ദർഭത്തിലെല്ലാം എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. ഒരു തെറ്റും ഈ ക്യാമ്പയിന്റെ ഫലമായി ഈ പാർട്ടി തിരുത്തിയിട്ടില്ല. തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ്. ഈ തകർച്ചയിൽ നിന്നും പരാജയത്തിൽ നിന്നും പാഠം പഠിക്കാൻ ഇനിയും CPM തയ്യാറല്ല. ഇന്നലെ മിഞ്ഞാന്നായിട്ടൊക്കെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു വിഭ്രാന്തി പിടിച്ച മാതിരിയാണ്. എന്തോ ഒരു വിഭ്രാന്തി പിടിച്ച മാതിരിയാണ്. അവരിപ്പോഴും പറയാണ് ഇവർക്ക് വ്യാമോഹം വന്നു പോയതുകൊണ്ടാണ്. ആരൊക്കെ വ്യാമോഹം? പാർലമെന്ററി വ്യാമോഹം. 10-60 വർഷക്കാലായി ഇന്നേ വരെ ഒരു സ്ഥാനത്ത് മത്സരിക്കാൻ ഞാൻ ഒരാളോടും ഒരു നേതാവിനോടും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ കാണിച്ച അനീതിക്കെതിരായി, നിങ്ങൾ കാണിച്ച നിങ്ങളുടെ സ്വജന പക്ഷപാതത്തിനെതിരായിട്ട്, നിങ്ങൾ കാണിച്ചിട്ടുള്ള അഴിമതിക്കെതിരായിട്ട് ഞാൻ നിലപാട് സ്വീകരിച്ചപ്പോൾ, പാർട്ടിക്കകത്ത് സ്വീകരിച്ചപ്പോൾ അംഗീകരിക്കപ്പെടുന്നില്ലെന്ന് വന്നപ്പോഴാണ് ഞാനും കുഞ്ഞികൃഷ്ണനും ഒക്കെ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന് ജനങ്ങളോട് പറയാൻ തയ്യാറായത്. നിങ്ങൾ അംഗീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ പാർട്ടിക്ക് ഗതി വരില്ലായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് സംസ്ഥാന നേതൃത്വം പറയാണ്. അപ്പോൾ ആരാ ശരി? ശരിയുടെ പക്ഷത്ത് ഇപ്പോൾ നമ്മളാണ്, തെറ്റിന്റെ പക്ഷത്താണ് ഈ പാർട്ടി നിൽക്കുന്നത്. അതുകൊണ്ടാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി പറഞ്ഞത് പാർട്ടിക്ക് തെറ്റുപറ്റി, പയ്യന്നൂരിൽ തെറ്റുപറ്റി, തളിപ്പറമ്പിൽ തെറ്റുപറ്റി, സ്ഥാനാർത്ഥി നിർണയത്തിൽ തെറ്റുപറ്റി എന്ന് ഇപ്പോൾ പാർട്ടി പരസ്യമായി പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ജനങ്ങളോട്, പാർട്ടിയോടെങ്കിലും പരസ്യമായി മാപ്പ് പറഞ്ഞ് ഞങ്ങളോടൊക്കെ ചെയ്തത് ശരിയായില്ല, പാർട്ടിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് പറയാണ് അവർ ചെയ്യേണ്ടത്. അതിന് പകരം ചെയ്യുന്നെന്താ? അപ്പോഴും അവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു പാർലമെന്ററി വ്യാമോഹമാണ്. നാരക്ക് എനിക്ക് 3 തവണ ഗോവിന്ദൻ മാഷ് MLA ആയി, 1 തവണ ജില്ലാ സെക്രട്ടറി ആകുമ്പോൾ MLA ആണ്, സംസ്ഥാന സെക്രട്ടറി ആകുമ്പോൾ MLA ആണ്, മന്ത്രിയുമായി. അയാൾ വിട്ടുപോകുമ്പോൾ സ്വന്തം ഭാര്യയെ തന്നെയാണ് ഇനി MLA ആക്കേണ്ടത് എന്ന് പറയുന്ന ഗോവിന്ദൻ മാഷക്ക് ഒരു പാർലമെന്ററി വ്യാമോഹവും ഇല്ല. അയാൾക്ക് വിപ്ലവ ബോധം. ആ വിപ്ലവത്തിന് വേണമെങ്കിൽ തന്റെ ഭാര്യ ഉണ്ടായാലേ ഈ കേരളത്തിൽ വിപ്ലവം പൂർത്തിയാവുള്ളൂ എന്ന് പറയുന്നതാണ്. എന്നിട്ട് അയാൾ പറയാണ് നമ്മളോട് പാർലമെന്ററി വ്യാമോഹം. ജനങ്ങൾ തിരിച്ചു പറഞ്ഞില്ലേ? ആരുടെ പക്ഷത്താണ് ജനങ്ങൾ നിന്നത്? പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയോ? പയ്യന്നൂർ ഈ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് CPM-ന്റെ ശക്തി ദുർഗമാണ് പയ്യന്നൂർ. ഇന്ത്യയിലെ, കേരളത്തിലല്ല, ഇന്ത്യയിലെ ശക്തി ദുർഗ പയ്യന്നൂർ. ആ പയ്യന്നൂരിൽ അവിടെ CPM സ്ഥാനാർത്ഥി തോറ്റ് CPM-നെതിരായി മത്സരിച്ച സ്ഥാനാർത്ഥി കുഞ്ഞികൃഷ്ണൻ വിജയിച്ചില്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ശക്തി ദുർഗത്തിൽ. എന്നിട്ട് പാഠം പഠിക്കാൻ തയ്യാറുണ്ടോ? തളിപ്പുറം മണ്ഡലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം, ചരിത്രം പഠിച്ചവർക്ക് മൈഡിയ മൊറാഴയുടെ നാടാണ്. മൊറാഴ സമറായത്തിനെതിരെ പോരാടിയ മൊറാഴയുടെ നാടാണ്. KPR-ന്റെയും മറാക്കൽ കുഞ്ഞിരാമന്റെയും നാട്. അതാണ് മൊറാഴ. MB ഗോവിന്ദന്റെ നാടല്ല.
KPR-ന്റെ അറാക്കി കുഞ്ഞൻ, അവരാണ് സമരം നയിച്ചത്. അതിന്റെ പാരമ്പര്യത്തിലാണ് MB ഗോവിന്ദൻ മാഷും ഒക്കെ പാർട്ടി വന്നിട്ടുള്ളത്. ആ മൊറാനിയുടെ നാട് നിങ്ങൾക്കറിയോ? അറാക്കലിന്റെ നാട് കേരളം. കണ്ടക്കൈ സമരം ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ഇടം നേടിയ സമരമാണ് കണ്ടക്കൈ. ജന്മിത്വത്തിനെതിരായി നടത്തിയ സമരം. പാടിക്കുന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. 4 സഖാക്കളെ അവിടെ പിടിച്ചുകൂടി മരത്തിനിട്ട് കെട്ടി വെടിവെച്ച് കൊന്ന സ്ഥലമാണ് പാടിക്കുന്ന്. ആ പാടിക്കുന്ന് നിൽക്കുന്ന സ്ഥലം മലപ്പട്ടം ശ്രീ A. കുഞ്ഞിക്കണ്ണൻ എന്ന കാവുമ്പായി സമരസേനാനിയുടെ നാടാ മലപ്പട്ടം. ആ മലപ്പട്ടം മയ്യിൽ ഉൾപ്പെടുന്ന ഈ തളിപ്പുറം മണ്ഡലത്തിൽ CPM എന്തുകൊണ്ട് തോറ്റു എന്ന കാര്യം ഇപ്പോഴും നിഷ്പക്ഷമായി പരിശോധിക്കാൻ CPM നേതൃത്വം ചെയ്യാറുണ്ടോ? ഇപ്പൊ എന്താ പറയുന്നത്? SIR കൊണ്ട് തോറ്റതാണ്. എന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ മാഷയ്ക്ക് യാതൊരു കുഴപ്പമില്ല, തന്റെ ഭാര്യയ്ക്കും ഒരു ദോഷവുമില്ല. പിന്നെ ദോഷം എന്താ? SIR കൊണ്ടാണ് അവിടെ തോറ്റുന്ന ഇപ്പോഴത്തെ കണ്ടുപിടുത്തം. ആരുടെ? ഗോവിന്ദൻ മാഷ കണ്ടുപിടുത്തം. ഞാൻ ചോദിക്കട്ടെ, തെറ്റ് തിരുത്താനാണോ ഇവർ പോകുന്നത്? ഒരു സംശയം കൊണ്ട് ഈ പാർട്ടിയെ CPM എന്ന് പറയുന്ന ഇന്ത്യയിൽ ഇടതുപക്ഷത്തെ പ്രബലമായ പാർട്ടിയെ ഇല്ലാതാക്കിക്കൊണ്ടല്ലാതെ ഗോവിന്ദൻ മാഷ് ആ സ്ഥാനം വിട്ടയും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞമ്മള് തെറ്റ് തിരുത്തുണ്ടെങ്കിൽ ആദ്യം വേണ്ട എന്താ? ഒരു പരാജയത്തിന് നേതൃത്വം കൊടുത്ത്, പാർട്ടിയുടെ പരാജയത്തിന് നേതൃത്വം കൊടുത്ത, ഒരു പാർട്ടി ഇതേപോലെ തകർക്കുന്നതിന് നേതൃത്വം കൊടുത്ത ആ നേതാവിനെയാണ് ആദ്യം തെറ്റിന്റെ പേരിൽ നടപടിയെടുക്കേണ്ടത്. അതാണ് വേണ്ടത്. അല്ലെങ്കിൽ അദ്ദേഹം സ്വയം പറയണമായിരുന്നു, എനിക്ക് പെശക് പറ്റി, അല്ലെ പാർട്ടിക്ക് പെശക് പറ്റി, ഞാനാണ് നേതൃത്വം, ഞാൻ രാജിവെക്കുന്നു. ഇങ്ങനെ രാജിവെച്ച ചരിത്രമുണ്ട് ഇവിടെ. തെറ്റായ നയം നടപ്പിലാക്കിയതിന്റെ പേരിൽ അതിൽ ജനങ്ങളിൽ തിരിച്ചടി ഉണ്ടായപ്പോ പാർട്ടി പുറത്താക്കിയിട്ടുള്ള നടപടിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, BTR പാർട്ടിയുടെ മഹാനായ നേതാവായിരുന്നു. BTR അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പം ചേർത്ത് പറയാൻ പറ്റുന്ന പേരല്ല MB ഗോവിന്ദൻ മാഷ പേരുന്നു. ആ മഹാനായ BTR-ന്റെ പേരിൽ പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. രണ്ടാം പാർട്ടി കോൺഗ്രസിനെ തുടർന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് BTR ആ രാഷ്ട്രീയ ലൈനിനെതിരായിട്ട്, ആ രാഷ്ട്രീയ ലൈൻ തെറ്റാണ് എന്ന് വന്നപ്പോ ആ രാഷ്ട്രീയ ലൈൻ അംഗീകരിച്ചതിന് പേരിൽ സഖാവ് BTR-ന്റെ പേരിൽ നടപടി സ്വീകരിച്ചത് പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിവാക്കിയ പാർട്ടിയാണ് ഈ പാർട്ടി. അതുപോലെ തന്നെയാണ് ഈ പാർട്ടിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് നേതൃത്വം കൊടുത്തവർ വരെ നടപടിയെടുത്തിട്ട് ഈ ജനങ്ങളോട് പറയണമായിരുന്നു ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന്. അങ്ങനെ അല്ലാത്തതെല്ലാം നിങ്ങൾ കാണിക്കുന്ന കാപട്യമാണ്. തീർച്ചയായിട്ടും ഇതിനെല്ലാം ഒരുപാട് കാര്യം നിങ്ങളോട് പറയേണ്ടതിന് സമയമില്ല. തീർച്ചയായിട്ടും ഇതിനെല്ലാം പറ്റി എതിരായിട്ടുള്ള ശക്തിയായിട്ടുള്ള പ്രതിഷേധം പാലക്കാട് ഉയർന്നു. നേരത്തെ സഖാവ് ജോൺ പറഞ്ഞപ്പോൾ പാലക്കാടിന്റെ ചരിത്രത്തെ, ഒരു ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് പാലക്കാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്. 4ാം പാർട്ടി കോൺഗ്രസ് ഉൾപ്പെടെ നിരവധി പാർട്ടി കോൺഗ്രസ്, പാർട്ടി സംസ്ഥാന സമ്മേളനം, പാർട്ടി പ്ലീനം എല്ലാം നടത്തിയ മണ്ണാണ് ഈ മണ്ണ്. അത് നിങ്ങൾ കാണാം. ആ പാലക്കാട് മണ്ണിൽ നിന്ന് പാർട്ടിയെ തിരുത്തിക്കാൻ വേണ്ടി ഒരു ശക്തി ഉയർന്നു വരുന്നു. ആ ശക്തി ഈ പാർട്ടിയെ തിരുത്തിക്കാനുള്ള ശക്തിയാണ്. തിരുത്തുന്നില്ലെങ്കിൽ ഒരു ബദൽ പാർട്ടി, ഒരു ഇടതുപക്ഷം ഈ കേരളത്തിൽ ഉണ്ടാവണം. ഇല്ലെങ്കിൽ CPM ദുർബലപ്പെട്ടു പോകുമ്പോ അവിടെ ആ സ്പേസിലേക്ക് BJP-യോ വലതുപക്ഷമോ കടന്നു വരും. BJP കടന്നു വരും. BJP നേരത്തെ ജോൺ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ ഏറ്റവും അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുക. ഈ പ്രത്യേക കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിന് വലിയൊരു പങ്ക് നിർവഹിക്കാനുണ്ട്. അതാണ് ലോക ചരിത്രത്തിൽ നോക്കിയാൽ കാണാം. ഫാസിസത്തിനായിട്ടുള്ള വിപുലമായ ഐക്യമുന്നണി കെട്ടിപ്പടുത്ത ചരിത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ലോകത്തിന്റെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ഫാസിസത്തിലേക്ക് നയിക്കുമ്പോൾ ആ ഫാസിസത്തിനെതിരായിട്ടുള്ള വിപുലമായ ഐക്യമുന്നണി കെട്ടിപ്പടുക്കേണ്ടുന്ന കാലമാണ് ഈ കാലം. അതിൽ നിന്ന് വിട്ടുനിന്ന് പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നത് സാമ്രാജ്യത്തിനും ഫാസിസത്തിനും അനുകൂലമായ ഒരു മണ്ണൊരുക്കി കൊടുക്കലാണ് CPM ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, അത്തരത്തിലുള്ളൊരു മുന്നണി ഇന്ത്യയിൽ ഉയർന്നു വരണം. ഞങ്ങളിപ്പോ മത്സരിച്ചപ്പോ UDF-ന്റെ പിന്തുണ ഉണ്ടായി. ഞാൻ മത്സരിച്ചപ്പോ സഖാവ് ജോൺ ആദ്യമായി വിളിച്ചെന്നെ എല്ലാവിധ പ്രോത്സാഹനവും എനിക്ക് നൽകി. ആ സ്നേഹം നിറഞ്ഞ വാക്കുകൾ എനിക്ക് ആവേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നമ്മുടെയൊക്കെ ഈ മത്സരിക്കുന്ന സന്ദർഭത്തിൽ കോൺഗ്രസിന്റെ പിന്തുണ ഉണ്ടായിട്ടുണ്ട്, UDF-ന്റെ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. അത് വലിയൊരു കുറ്റമായിട്ടാണ് പറയുന്നത്, വലിയൊരു കുറ്റമായിട്ടാണ് പറയുന്നത്. ഞാൻ അല്പം ചോദിച്ചിട്ടുണ്ട്, കോൺഗ്രസിന്റെ പിന്തുണയോട് കൂടിയിട്ടാണല്ലോ CPM നേതാക്കൾ MP ആയിട്ട് ഇന്ന് പാർലമെന്റിൽ ഇരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഇവിടുന്ന് ജയിച്ച, കേരളത്തിൽ ജയിച്ച രാധാകൃഷ്ണനെ ഒഴിവാക്കിയാൽ ബാക്കി 3-4 പേരാ ആകെയുള്ളത്. 42 പേരുന്ന സ്ഥാനത്ത് ഇപ്പൊ 4 പേരാ പോയിരിക്കുന്നത്, 5 പേര് അതിപ്പോ പോയിരിക്കുന്നത്. അവിടെ അതിൽ
ഈ രാധാകൃഷ്ണനെ ഒഴിവാക്കിയാൽ ബാക്കി എല്ലാവരും കോൺഗ്രസിന്റെ പിന്തുണയോട് ജയിച്ചവരാ. പ്രത്യേകിച്ച് രാജസ്ഥാനിലെങ്ങനെയാ കോൺഗ്രസിന്റെ പിന്തുണയോട് ഒന്നുകൊണ്ട് മാത്രം വിജയിച്ചതാണ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പറായിട്ടുള്ള അമ്ര റാം. കേന്ദ്ര കമ്മിറ്റി മെമ്പറാ. രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയും കീശക്ക് കുത്തി പ്രചരണ യോഗത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് രാജസ്ഥാനിൽ അമ്ര റാം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അങ്ങനെ കോൺഗ്രസിന്റെ പിന്തുണയോട് ജയിച്ചവർ പാർലമെന്റിൽ ഇരിക്കുന്ന അതേ പാർട്ടിയുടെ ആളുകൾ പറയാണ് കോൺഗ്രസിന്റെ പിന്തുണ നേടിയത് UDF-ന്റെ പിന്തുണ നേടിയത് മഹാ അപരാധമായി പോയി, അവർ വർഗവഞ്ചകരായി പോയി എന്ന്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അമ്രാമിനെ വർഗവഞ്ചകൻ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? തമിഴ്നാട്ടിൽ 2 MP-മാരുണ്ട്, കോൺഗ്രസിന്റെയും ലീഗിന്റെയും പിന്തുണയോട് കൂടിയിട്ടാണ് അവർ MP ആയി മാറിയിട്ടുള്ളത്. പറയാൻ പറ്റുമോ അവരൊക്കെ വർഗവഞ്ചകന്മാരാണെന്ന്? നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നത്, നിങ്ങൾക്ക് ഞങ്ങളോട് വിരോധം തീർക്കാൻ എന്തും ലഭ്യം വിളിച്ചു പറയാം. പക്ഷേ ജനങ്ങൾ നിങ്ങളെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് CPM-നെ ശരിയായ നേരെ വഴിക്ക് കൊണ്ടുവരാൻ ഈ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞാൽ അത് വലിയ കാര്യം. കാരണം ഇടതുപക്ഷം ശക്തിപ്പെടേണ്ട ഒരു കാലത്താണ് നമ്മൾ